UDF പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കുക, കാഫിർ സ്ക്രീൻഷോട്ട് കള്ളക്കേസ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജൂലൈ 2 മുതൽ 6 വരെ ലോക്കൽ കേന്ദ്രങ്ങളിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ പരാമർശം നടത്തിയതിന്റെ പേരിൽ 10-ലധികം UDF പ്രവർത്തകന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കാഫിർ സ്ക്രീൻഷോട്ടും അടിച്ചിറക്കിയത്. വടകര താലൂക്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തുക UDFന്റെ പൊതുശൈലിയാണ്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരിൽ കോൺഗ്രസ്, ലീഗ് പ്രവർത്തകരും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവർക്കെതിരെ യാതൊരുവിധ കേസുകളും പോലീസ് ചുമത്തിയിട്ടില്ലതാണ്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. CPIM പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്ന UDF പോലീസ് ഗൂഢാലോചനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് CPIM വടകര ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വടകര ഏരിയയ്ക്കുള്ളിലെ 22 ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. വടകര പോലീസിന്റെ ഈ കഴിഞ്ഞ 1-2-3 മാസങ്ങളിലായിട്ടുള്ള നടപടികൾ എല്ലാ ജനാധിപത്യ മര്യാദകളും പൗരന്മാരുടെ സ്വൈരജീവിതവും വലിയ തോതിൽ ഹനിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ചില നേതാക്കന്മാർ അവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറിച്ചു കൊടുക്കുന്ന കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ രൂപത്തിൽ കള്ളക്കേസുകളും മറ്റ് സംവിധാനങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രശ്നം അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെയൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നു. ആ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്തുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇത്തരം അപകീർത്തിപ്പെടുത്തൽ ശൈലജ ടീച്ചറുടെ വിജയം ഏറെക്കുറെ ഉറപ്പായപ്പോൾ ടീച്ചറെ പരാജയപ്പെടുത്തണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഈ കാഫിർ പോലുള്ള നിരവധി ഈ പോസ്റ്റുകൾ, മൊബൈൽ പോസ്റ്റുകൾ, വാട്സപ്പ് പോസ്റ്റുകൾ ധാരാളം ആളുകൾ പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എതിരായി കേസ് ഉയർന്നു വന്നു. ചില കേസുകളൊക്കെ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ മറ്റു തരത്തിലുള്ള ഭാരവാഹികളാണ്. അത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച പോലീസ് മെറ്റ ഉൾപ്പെടെ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവില്ല എന്ന നിഗമനത്തിൽ അത് ഒരു ഘട്ടത്തിൽ എഴുതി തള്ളിയതാണ്. എല്ലാ തരത്തിലുള്ള അന്വേഷണം നടന്നു. എന്നാൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പാറക്കൽ അബ്ദുള്ളയും അതുപോലെ ഷാഫി പറമ്പിലും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഇവിടെ പ്രത്യേക SITകൾ രൂപീകരിച്ചു വടകരയിൽ. ആ SITകൾക്ക് നേതൃത്വം കൊടുത്തത് നേരത്തെ ചില കേസുകളിൽ ഇടതുപക്ഷ പാർട്ടിയെ, പ്രത്യേകിച്ച് CPMനെ
തകർക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായി ഇടപെട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് വടകരയിൽ രൂപീകരിക്കപ്പെട്ട SITക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ CPMന്റെ നേതൃത്വത്തിൽ വടകരയിലെ 22 ലോക്കൽ കമ്മിറ്റികളുണ്ട്. വടകര ഏരിയക്കകത്ത് 22 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ 22 ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഈ തൊട്ടടുത്ത ദിവസങ്ങളായി 3, 4, 5, 6 തീയതികളിലായി എല്ലാ ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഈ പ്രതിഷേധം മുഴുവൻ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ എല്ലാ ലോക്കലുകളിലും ഇതിന്റെ ഭാഗമായി ബഹുജന കൂട്ടായ്മയും അതുപോലെ തന്നെ ഇതിന്റെ പ്രതിഷേധവും രേഖപ്പെടുത്തും.